ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീംകോടതിയിൽ വാദം തുടങ്ങി. വിശ്വാസികളാണോ മല കയറിയതെന്ന് ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് തുടങ്ങിയത്. ബിന്ദു അമ്മിണിക്കും കനക ദുർഗയ്ക്കും വേണ്ടി ഇന്ദിരാ ജയ്സിംഗ് ഹാജരാകുന്നു. ബിന്ദു അമ്മിണിയും കനക ദുർഗയും വിശ്വാസികളാണോ എന്നും കോടതി ചോദിച്ചു. എസ് നന്ദഗോപൻ ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, പറയൂ, ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഉള്ള വിധിയാണിപ്പോൾ 9-അംഗ ഭരണഘടനാ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ കേൾക്കുന്നത്. ഇതിൽ ഇന്നിപ്പോൾ 10ാം ദിവസമാണ് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വാദം കോടതി കേൾക്കുന്നത്. ഇന്നിപ്പോൾ വാദം ആരംഭിച്ചപ്പോൾ ഇന്നു മുതൽ ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമുഖമാണ്. അതായത് യങ് ലോയേഴ്സ് അസോസിയേഷൻ, ബിന്ദു അമ്മിണി, കനകദുർഗ, അതേപോലെ തന്നെ ഇന്ദിരാ ജയ്സിംഗ് അടക്കം വിവിധ സംഘടനകളടക്കമുള്ളവരാണ് ഈ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇതിൽ ആദ്യം ഇന്ദിരാ ജയ്സിംഗിന്റെ വാദമുഖമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ഇന്ദിരാ ജയ്സിംഗ് വ്യക്തമാക്കിയത് ബിന്ദു അമ്മിണിയും കനകദുർഗയും നിയമം അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. അതിന് അവർ വലിയ വില നൽകേണ്ടി വന്നിരുന്നു. ബിന്ദു അമ്മിണിക്ക് കേരളം വിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആൾക്കൂട്ട ആക്രമണത്തിന് ബിന്ദു അമ്മിണി വിധേയമായി. അതേപോലെ തന്നെ കനകദുർഗയ്ക്ക് വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഇന്ദിരാ ജയ്സിംഗ് ചൂണ്ടിക്കാണിച്ചത്. ഈ ശബരിമലയിലെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാർ കൂടി അനുകൂലിച്ചതിനാലാണ് ഇത്തരത്തിൽ യുവതീ പ്രവേശനം അല്ലെങ്കിൽ ബിന്ദു അമ്മിണിക്കും കനകദുർഗയ്ക്കും ശബരിമലയിൽ പ്രവേശിക്കാനായത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇന്ദിരാ ജയ്സിംഗ് ചൂണ്ടിക്കാണിച്ചത്. അതായത് സർക്കാർ എല്ലാവിധ സംരക്ഷണവും അന്ന് ഇവർക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇന്ദിരാ ജയ്സിംഗ് ചൂണ്ടിക്കാണിച്ചത്. അതേസമയം പിന്നീട് സർക്കാർ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ യുവതികൾക്ക് ശബരിമലയിലെത്തി നിയമം നടപ്പാക്കാൻ കഴിയാതെ പോയത് എന്നുള്ളതും ഇന്ദിരാ ജയ്സിംഗ് ചൂണ്ടിക്കാണിച്ചു. ഇപ്പോഴും ഇന്ദിരാ ജയ്സിംഗിൻ്റെ വാദമുഖങ്ങൾ തുടരുകയാണ്. ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് നാഗരത്ന വളരെ സുപ്രധാനമായ ചോദ്യങ്ങൾ ചോദിച്ചത്. രോഹിണി, അപ്പോൾ ഈ ഇന്ദിരാ ജയ്സിംഗിൻ്റെ വാദമുഖങ്ങൾ കോടതിയിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് ജസ്റ്റിസ് നാഗരത്ന വളരെ പ്രസക്തമായ ചോദ്യം ചോദിച്ചത്. ഈ ശബരിമലയിൽ പ്രവേശിച്ച 2 പേർ, ബിന്ദുവും കനകദുർഗയും, അവർ ഭക്തരാണോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ടാണോ അവർ മല കയറിയത് എന്നുള്ള ചോദ്യമാണ് ജസ്റ്റിസ് നാഗരത്ന നടത്തിയത്. അതിന് മറുപടിയായി ഇന്ദിരാ ജയ്സിംഗ് വ്യക്തമാക്കിയത് ബിന്ദു അമ്മിണി വിശ്വാസിയായിരുന്നു, കുട്ടിക്കാലത്ത് ഇവർ ശബരിമലയിൽ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും കോടതിയിൽ വാദമുഖങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വാദങ്ങൾ നിരത്തുവാനുള്ള അവസരങ്ങളാണ് കോടതി നൽകിയിരിക്കുന്നത്. ഇന്ദിരാ ജയ്സിംഗിൻ്റെ വാദം തന്നെ തുടരാനാണ് സാധ്യത. അതേസമയം സർക്കാർ എടുത്ത ഇരട്ടത്താപ്പ് നിലപാട് ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്. ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സർക്കാർ ഭക്തരെ വഞ്ചിക്കുന്ന നിലപാടെടുത്തു എന്നുള്ളത് ഹിന്ദു ഐക്യവേദി അടക്കം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അതിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി വന്നപ്പോൾ ഭക്തരുടെ കണ്ണിൽ പൊടിയിടുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ ഹൈന്ദവ സംഘടനകളും BJP അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഏതായാലും ഈ കോടതിയിൽ കഴിഞ്ഞ 10 ദിവസത്തെ വാദമുഖങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന തലത്തിലാണ് പ്രധാനമായും ഈ ജസ്റ്റിസുമാരുടെ ഭാഗത്തുനിന്നും